സഞ്ചാർസാഥി ആപ്പിനെ ചൊല്ലി വലിയ തർക്കമാണിപ്പോൾ നടക്കുന്നത്. സ്മാർട്ട് ഫോണുകളിൽ സൈബർ സുരക്ഷ മുൻനിർത്തി സഞ്ചാർസാഥി ആപ്പ് ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ പാർലമെന്റിനകത്തും പുറത്തും വരെ പ്രതിഷേധം ശക്തമായി. പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നുകയറാനും അവരെ നിരീക്ഷിക്കാനും നിയന്ത്രിക്കുവാനുമുള്ള നീക്കമാണിതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. പെഗാസസ് ഉപയോഗിച്ച് രാജ്യത്തെ പൗരപ്രമുഖരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള നീക്കമാണിതെന്നും ആപ്പ് മൊബൈലുകളിൽ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഏകപക്ഷീയമായ നിർദ്ദേശം സ്വേച്ഛാധിപത്യത്തിന് സമാനമാണെന്നും ആരോപണം ഉയരുന്നു. എന്താണ് സഞ്ചാർസാഥി ആപ്പ്? എങ്ങനെയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്? നോക്കാം. ഇന്ത്യയിൽ നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ പുതിയ മൊബൈൽ ഹാൻഡ്സെറ്റുകളിലും സഞ്ചാർസാഥി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് നിർബന്ധമാക്കിയതോടെയാണ് ഇത് ചർച്ചാ വിഷയമാകുന്നത്. ഇതു സംബന്ധിച്ച എല്ലാ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നവംബർ 28-നാണ് ഇതു സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത്. ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിനായി നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യുന്നതോ ആയ എല്ലാ മൊബൈൽ ഹാൻഡ്സെറ്റുകളിലും സഞ്ചാർസാഥി മൊബൈൽ ആപ്ലിക്കേഷൻ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. മൊബൈൽ ഫോൺ ആദ്യമായി ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോക്താക്കൾക്ക് അത് വേഗത്തിൽ തിരിച്ചറിയണമെന്നും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ കഴിയണമെന്ന വിധത്തിലുമായിരുന്നു നിർദ്ദേശം നൽകിയിരുന്നത്. അത് പ്രവർത്തനരഹിതമല്ലെന്നും നിയന്ത്രിക്കപ്പെട്ടിട്ടില്ലെന്നും ഉറപ്പുവരുത്തണമെന്നും ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് മൊബൈൽ നിർമ്മാതാക്കളോടും ഇറക്കുമതിക്കാരോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതിനോടകം നിർമ്മിച്ചതും വിൽപ്പനയ്ക്ക് എത്തിച്ചതുമായ മൊബൈൽ ഫോണുകളിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ വഴി ആപ്പ് നിലനിർത്താൻ ശ്രമിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് നടപ്പിലാക്കാൻ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് 90 ദിവസവും റിപ്പോർട്ട് സമർപ്പിക്കുവാൻ 120 ദിവസവുമാണ് സമയം നൽകിയിട്ടുള്ളത്. ഇനി എന്താണ് സഞ്ചാർസാഥി ആപ്പ് എന്ന് നോക്കാം. സൈബർ തട്ടിപ്പിനായി ടെലികോം ഉറവിടങ്ങളുടെ ദുരുപയോഗം തടയാനും ടെലികോം സൈബർ സുരക്ഷ ഉറപ്പാക്കാനും നഷ്ടപ്പെട്ടതും മോഷ്ടിക്കപ്പെട്ടതുമായ ഫോണുകൾ റിപ്പോർട്ട് ചെയ്യാനും അതിന്റെ ഉപയോഗം തടയാനുമായി 2023-ലാണ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻസ് വകുപ്പ് സഞ്ചാർസാഥി പോർട്ടൽ ആരംഭിച്ചത്. 2025 ജനുവരി 17-നാണ് സഞ്ചാർസാഥി ആപ്പ് അവതരിപ്പിക്കുന്നത്. 2025 ഓഗസ്റ്റ് വരെ ഏകദേശം 50 ലക്ഷം ഡൗൺലോഡുകൾ പൂർത്തിയായി. IMEI നമ്പർ ഉപയോഗിച്ച് മൊബൈൽ ഫോണിന്റെ വിശ്വാസ്യത പരിശോധിക്കാൻ ഈ ആപ്പ് ഉപയോക്താക്കളെ അനുവദിക്കുന്നു. കൂടാതെ സംശയാസ്പദമായതോ വഞ്ചനാപരമായതോ ആയ ആശയവിനിമയങ്ങൾ റിപ്പോർട്ട് ചെയ്യൽ, നഷ്ടപ്പെട്ടതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ മൊബൈൽ ഫോണുകൾ, അവരുടെ പേരിലുള്ള മൊബൈൽ കണക്ഷനുകൾ പരിശോധിക്കൽ, ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും വിശ്വസനീയമായ കോൺടാക്റ്റുകൾ വിശദാംശങ്ങൾ എന്നിവ ഇതിൽ ലഭ്യമാണ്. മോഷ്ടിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയ ഉപകരണങ്ങൾ കണ്ടെത്താനും ഇത് പോലീസിനെ സഹായിക്കുന്നുണ്ട്. വ്യാജ ഫോണുകൾ കരിഞ്ചന്തയിൽ വിൽക്കുന്നത് തടയുന്നു. ഉപകരണങ്ങൾ കൂട്ടിയോജിപ്പിക്കുന്ന ക്ലോണിങ്ങിനുള്ള ശ്രമങ്ങളും തടയുന്നു. കോളുകൾ, SMS, വാട്സ്ആപ്പ് എന്നിവ വഴി തട്ടിപ്പെന്ന് സംശയിക്കുന്ന ആശയവിനിമയങ്ങൾ, പ്രത്യേകിച്ച് KYC അപ്ഡേഷൻ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്യാനും ഇത് ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ഒക്ടോബർ വരെ രാജ്യത്തുടനീളം മോഷ്ടിക്കപ്പെട്ടതോ നഷ്ടപ്പെട്ടതോ ആയ 7 ലക്ഷത്തിലധികം മൊബൈൽ ഫോണുകൾ വീണ്ടെടുക്കുവാൻ ആപ്പ് സഹായിച്ചിട്ടുണ്ട്. ആപ്പിൾ, സാംസങ്, ഷവോമി, ഓപ്പോ, വിവോ തുടങ്ങിയ മൊബൈൽ നിർമ്മാതാക്കൾക്ക് പുതിയ ഉത്തരവ് പാലിക്കേണ്ടതുണ്ടെന്നാണ് നിർദ്ദേശം. ടെലികോം വിഭവങ്ങളുടെ ദുരുപയോഗം എന്ന് സംശയിക്കപ്പെടുന്ന വിവരങ്ങൾ എളുപ്പത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനും സഞ്ചാർസാഥി സംരംഭത്തിന്റെ ഫലപ്രാപ്തി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നടപടി. എന്നാൽ നിർദ്ദേശം വന്നതിന് പിന്നാലെ ആപ്പിന്റെ സുരക്ഷയെ സംബന്ധിച്ചാണ് ആശങ്കകളും ചർച്ചകളും സജീവമാകുന്നത്. അതേസമയം സ്മാർട്ട് ഫോണുകളിൽ സഞ്ചാർസാഥി ആപ്പ് ഇൻബിൽറ്റായി ഉൾപ്പെടുത്താനുള്ള നീക്കത്തിനെതിരെ ആപ്പിളും രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വിൽക്കുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും സർക്കാർ ആപ്പ് നിർബന്ധമാക്കിയ കേന്ദ്ര നീക്കം പൗരന്മാരുടെ സുരക്ഷയ്ക്ക് മേലുള്ള കടന്നുകയറ്റം എന്നുള്ള വിമർശനമാണ് ശക്തമാക്കുന്നത്. ഇതിനിടെയാണ് ആപ്പിളിന്റെ നീക്കവും. ഇത്തരം ഉത്തരവുകൾ തങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ iOS-ന്റെ സുരക്ഷാ പ്രോട്ടോകോളുകളെയും ആഗോള സ്വകാര്യതാ മാനദണ്ഡങ്ങളെയും ലംഘിക്കുന്നതെന്നാണ് ആപ്പിളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുടെ വിശദീകരണം. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി തന്നെ അറിയിക്കാനാണ് കമ്പനിയുടെ പദ്ധതിയും. ലോകത്ത് ഒരിടത്തും ഇത്തരം സർക്കാർ ആപ്പുകൾ മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ ആപ്പിൾ അനുവദിക്കാറില്ല. എന്നാൽ സഞ്ചാർസാഥി ആപ്പ് ഉപയോക്താക്കളുടെ താൽപര്യപ്രകാരം ഉപയോഗിക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ വിശദീകരണം. ആപ്പ് വേണ്ടെങ്കിൽ ഉപയോക്താക്കൾക്ക് ഡിലീറ്റ് ചെയ്യാമെന്നാണ് വ്യാപക എതിർപ്പിന് പിന്നാലെ കേന്ദ്രത്തിന്റെ വിശദീകരണം. സഞ്ചാർസാഥി ആപ്പ് ഉപഭോക്താക്കളുടെ ഫോണുകളിൽ നിർബന്ധമല്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്.